ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് എ നോൺ എംപ്റ്റി finite subset H of a group G be closed under the binary composition of G, then show that H is a subgroup of G. പറഞ്ഞതാണ് H എന്നത് ഒരു ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ആണ്, ഫൈനൈറ്റ് സബ്സെറ്റ് ആണ്. H is a finite subset of a group G ആണ്, and H is closed under the operation of G ആണെങ്കിൽ H സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സബ് ഗ്രൂപ്പ് ആണ്. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ജി, നമ്മളെന്തെടുത്തു? ജി ബി എ ഗ്രൂപ്പ്, ജി ഒരു ഗ്രൂപ്പാണ്, ആൻഡ് എച്ച് ബി എ സബ്സെറ്റ് ഓഫ് ജി, എച്ച് എന്നത് സബ്സെറ്റ് ഓഫ് ജി ആണ്, ആൻഡ് എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ ക്ലോസ്ഡ് ആണ്. ഓൾസോ ലെറ്റ് എച്ചിനകത്ത് എന്തുണ്ട്? ഫൈനൈറ്റ് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എം. കാർഡിനാലിറ്റി ഓഫ് എച്ച് എന്താണ്? എം ആണ്. അതായത് എച്ചിനകത്ത് എത്ര ആൾക്കാരേ ഉള്ളൂ? എം എലമെന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തു. നമ്മൾ ചെയ്തതാണ് ജി ഒരു ഗ്രൂപ്പാണ്, എച്ച് ഈസ് എ നോട്ട് സബ് ഗ്രൂപ്പ്, സബ്സെറ്റ് ആണ്. എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി and H is closed under the operation star neduthu, and assume that order of H is equal to m. Adha H nathe etra alkarullu? M elements ullu. We have to prove that H is a subgroup of G. H is subgroup of G ആണ് പ്രൂവ് ചെയ്യണം. Okay, അപ്പോൾ G ഒരു subgroup, G be a group, H be a finite subset of G such that A comma B belongs to H implies A B belongs to H. That is closure property satisfy ചെയ്യുന്നുണ്ട്. Also let order of H is equal to m. That is the number of elements in H is m. ഇനി നമ്മൾ let A belongs to H. A belongs to H ആണെങ്കിൽ what will be A into A? This A square. It belongs to H ആവണ്ടേ? Because H is closed. Similarly, A square into A, that is A cube belongs to H. A square into A square is equal to A raised to 4 belongs to H, and so on. Plus, അതായത് H A എന്നൊരു എലമെന്റ് H നകത്തുണ്ടെങ്കിൽ A square, A cube, A raised to 4, A raised to 5, etc. ഒക്കെ അവിടെ ഉണ്ടാവും, H നകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ലെറ്റ്സ് കൺസിഡർ m+1 എലമെന്റ്. നമ്മൾ അസ്യൂം ചെയ്യാണ് ലെറ്റ് A സ്ക്വയർ, A ക്യൂബ്, എക്സെട്ര A raised to m+1 belongs to H. A സ്ക്വയർ ഒക്കെ A ക്യൂബ് എക്സെട്ര A raised to m+1 എലമെന്റ്സ് എവിടെ ഉണ്ട്? എച്ച് നകത്തുണ്ട്. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് ഓർഡർ ഓഫ് എച്ച് എത്രയാണ്? ഇസ് ഈക്വൽ ടു എം. അപ്പോൾ എച്ചിനകത്ത് ആകെ എം എലമെന്റ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ എടുത്തതാ A സ്ക്വയർ, A ക്യൂബ് എക്സെട്ര A raised to m+1 എന്ന് പറഞ്ഞാൽ ഇവിടെ m+1 എലമെന്റ്സ് ഉണ്ട്. Here there are m+1 elements. പക്ഷെ എച്ചിനകത്ത് ആകെ എത്ര എലമെന്റ്സേ ഉള്ളൂ? എം എലമെന്റ്സ് ഉള്ളൂ. സോ ഇതിനകത്ത് ഏതോ അറ്റ്ലീസ്റ്റ് 2 എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ m+1 elements are not distinct. അതൊരിക്കലും ഡിസ്റ്റിങ്ക്റ്റ് ആവില്ല. ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് വെച്ചാൽ മൊത്തം ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? m+1 എലമെന്റ്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് തന്നെ എച്ചിനകത്ത് എത്ര എലമെന്റ്സേ ഉള്ളൂ? m എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഈ m+1 എലമെന്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവില്ല. ഏതെങ്കിലും 2 എണ്ണം, മിനിമം 2 എണ്ണം എങ്കിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത് ഫോർ എനി A belongs to H, A square, A cube, etc. are all elements of H. ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം A സ്ക്വയർ നമുക്ക് A into A എന്ന് എഴുതാം. നമുക്കറിയാം A, B belongs to H എന്ന് വെച്ചാൽ AB belongs to H ആണ്. അപ്പോൾ A into A belongs to H എന്ന് പറഞ്ഞാൽ A square belongs to H ആയിരിക്കണം. അതുപോലെ A cube belongs to H ആയിരിക്കണം. A raised to 4 belongs to H ആയിരിക്കണം. അങ്ങനെ പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു m+1 എലമെന്റ്സ് കൺസിഡർ ചെയ്യാണ്. A സ്ക്വയർ, A ക്യൂബ് എക്സെട്ര A raised to m+1 of H എന്ന് എടുത്തു.
നമുക്കറിയാം എച്ചിനകത്ത് ആകെ m എലമെന്റ്സേ ഉള്ളൂ. Therefore the m+1 എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആവില്ല. അതിനകത്ത് ഏതെങ്കിലും 2 എലമെന്റ്സ് എങ്കിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്യാണ് ലെറ്റ് AR is equal to AS. ഈ m+1 എലമെന്റ്സിലെ ഏതോ 2 ആൾക്കാർ ഈക്വൽ ആണ് where 1 less than or equal to R less than S less than or equal to m+1. ആ 1 മുതൽ m+1 വരെയുള്ളതിൽ ഏതോ 2 ആൾക്കാർ RS ഒരിക്കലും ആറിനേക്കാൾ വലുതാണ് എസ് എന്ന് എടുത്തു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തു. ആറിനേക്കാൾ വലുതാണല്ലോ, അപ്പോൾ എസ് നമുക്ക് എന്ത് എഴുതാം? സം R പ്ലസ് സം n എഴുതി കൂടെ, വേർ n ഈസ് ബിലോങ്സ് ടു ഇൻഡിജർ. n എന്തെങ്കിലും ഒരു ഇൻഡിജർ ആയിരിക്കും. n ഈസ് എ പോസിറ്റീവ് ഇൻഡിജർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. എന്തെടുത്തു? AR ഇതിനകത്ത് ഒരിക്കലും ഈ m+1 എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും 2 എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ AR is equal to AS എടുത്തു. 1 less than R less than S less than m+1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറിനേക്കാൾ വലുതാണ് എസ്. അപ്പോൾ എസ് നമുക്ക് എന്ത് എഴുതാം? R plus n എഴുതാം. വേർ n is an integer greater than or equal to 1. Therefore നമുക്ക് പറയാം n is greater than or equal to 1. n 1-നേക്കാൾ കൂടിയ ഒരു ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് മാറ്റിയതാണ്. നമുക്ക് എഴുതിയിട്ടുണ്ട് AR is equal to AS given that S is equal to R plus n. S എന്ന് പറഞ്ഞാൽ R plus n ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? Therefore AR is equal to A raised to R plus n എഴുതാൻ പറ്റും. Which implies AR is equal to A raised to R into A raised to n. അല്ലേ? സ്പ്ലിറ്റ് ചെയ്യാം. Which implies A raised to R into E, ഐഡന്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനല്ലേ വരിക? is equal to A raised to R into A raised to n. അപ്പോൾ ഇതിൽ രണ്ടിലും ലെഫ്റ്റ് സൈഡിൽ ആര് കോമൺ ആണ്? A raised to R കോമൺ ആണ്. Which implies E is equal to A raised to n. Okay, so A raised to n is equal to E. നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. നമ്മൾ എന്തെടുത്തു? ആ 2 എലമെന്റ്സ് AR is equal to A raised to S ആണെന്ന് എടുത്തു. A raised to R is equal to A raised to S ആണെങ്കിൽ S നമുക്ക് R plus n എടുക്കാം. അപ്പോൾ A raised to R is equal to A raised to R plus n എഴുതാം. A raised to R plus n നമുക്ക് A raised to R into A raised to n എഴുതാം. അവിടെ ലെഫ്റ്റ് സൈഡിൽ E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ A raised to R into E is equal to A raised to R into A raised to n. അപ്പോൾ A raised to R ലെഫ്റ്റ് സൈഡിൽ കോമൺ ആണ്. ബൈ ദ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ A raised to R cancel ചെയ്യാം. So we get E is equal to R raised to n. So we get A raised to n is equal to E for some positive integer n. N belongs to Z plus. Z plus നകത്ത് ഏതോ ഒരു n എടുത്താൽ A raised to n is equal to എന്തുണ്ടാവും? E എന്ന് കിട്ടും. Okay, therefore E belongs to H. ഐഡന്റിറ്റി H-നകത്തുണ്ട്. Okay, ഇതിനകത്ത് ഐഡന്റിറ്റി belongs to H ആണ്. അപ്പോൾ A raised to R is equal to A raised to S എടുത്തു. വേർ R is less than S ആണ്. Therefore S is equal to R plus n എഴുതി. A raised to R is equal to A raised to R into A raised to R plus n എഴുതി. ലെഫ്റ്റ് സൈഡിൽ E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ A raised to R into E is equal to A raised to R plus n നമുക്ക് A raised to R into A raised to n എഴുതാം. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം A raised to R ക്യാൻസൽ ചെയ്തു. So we get E is equal to A raised to n. Therefore A raised to n is equal to E for some positive integer n. Therefore E belongs to H. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. നമുക്ക് എന്ത് കിട്ടി? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൂടി കാണിക്കണം. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് ചൂസ് A belongs to H. Choose A belongs to H. We have to prove that A inverse belongs to H. A inverse ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. A belongs to H ആണെങ്കിൽ A inverse belongs to H കാണിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് കേസായിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. If n is equal to 1, n 1 ആണെങ്കിൽ ഒരു കേസ് 1 ആണെങ്കിൽ n is equal to 1 ആണെങ്കിൽ, പിന്നെ കേസ് 2 നമ്മൾ നിർക്കും n is greater than 1. കേസ് 2 n is greater than 1 ആണ്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് ഒന്ന് പ്രൂവ് ചെയ്യണം. n is equal to 1. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു n is equal to 1. അതായത് ഇംപ്ലൈസ് a raised to n is equal to e. നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു? a raised to n is equal to e. അതെന്തായി മാറും? This a is equal to e now. Okay. അപ്പോൾ given a belongs to h ആണ്. നമുക്ക് കിട്ടി a is equal to e. Therefore a inverse is equal to എന്താ വരിക? What is e inverse? What is e inverse? E, which belongs to h ആണ്. and e belongs to h ആണ്. Therefore we can say that a inverse belongs to h. അപ്പോൾ n equal to 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? n equal to 1 ആണെങ്കിൽ a raised to n is equal to e എന്നുള്ളത് എന്തായി മാറും? a equal to e എന്നാവും. a equal to e ആണെങ്കിൽ a inverse എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? e inverse എന്നാവും. e inverse എന്ന് പറഞ്ഞാൽ തന്നെയാണ് e തന്നെയാണ്. e belongs to h. Therefore a inverse belongs to h എന്ന് പറയാം. Therefore inverse exists. ഇനി നമുക്ക് അടുത്ത ഇത് പ്രൂവ് ചെയ്യാനുള്ളത് if രണ്ടാമത്തെ കണ്ടീഷൻ എടുത്തു. if n is greater than 1, n ന്റെ വില 1 ൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ a raised to n നമുക്ക് എങ്ങനെ എഴുതാം? a raised to n is equal to a into a raised to n minus 1 എഴുതിക്കൂടെ? because a into a raised to n minus 1 is similarly a raised to n നമുക്ക് എന്ത് എഴുതാം? a raised to n minus 1 into a എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം എഴുതാണ് which implies a belongs to h നമ്മൾ തന്നാണ്. implies a into a raised to n minus 1 is equal to a raised to n is equal to a raised to n minus 1 into a. നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് എഴുതി. which implies നമുക്കറിയാം a raised to n is equal to എന്താ? e ആണ്. we know that a raised to n is equal to e. അപ്പോൾ ഇത് എന്തായി മാറും? e ആവും. a into a raised to n minus 1 is equal to e is equal to a raised to n minus 1 into a, which implies a inverse is equal to a raised to n minus 1. Okay, so a raised to n minus 1 belongs to h ആണ്. Therefore a inverse belongs to h. അപ്പോൾ ചെയ്തത്രേ ഉള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തെടുത്തു? n is greater than 1 എടുത്തു. n greater than 1 ആണെങ്കിൽ a raised to n നെ നമുക്ക് എന്താ എഴുതാം? a into a raised to n minus 1 എഴുതാം. അതേപോലെ a raised to n നമുക്ക് a raised to n minus 1 into a എന്ന് എഴുതാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? a into a raised to n minus 1 is equal to a raised to n is equal to a raised to n minus 1 into a എന്ന് എഴുതാം. നമുക്കറിയാം a raised to n എന്ന് പറഞ്ഞാൽ e ആണ്. so we get a into a raised to n minus 1 is equal to e is equal to a raised to n minus 1 into a. അപ്പോൾ a into b is equal to e is equal to b into a പറഞ്ഞാൽ a inverse is equal to b ആണ്. ആദ്യത്തെ ഇൻവേഴ്സ്, ഇതിന്റെ ഇൻവേഴ്സ് രണ്ടാമത്തെ, അങ്ങനെ എന്ന് പറയാം. സോ a inverse equal to a raised to n minus 1. അത് എവിടെ ഉണ്ടാവും? belongs to h ആണ്. അതാണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. a belongs to h എടുത്തു. അങ്ങനെ a raised to n equal to e ആണ്. രണ്ട് കേസ് എടുത്തു. if n is equal to 1 അപ്പോൾ a equal to e ആണ്. അപ്പോൾ a inverse എന്ന് പറഞ്ഞാൽ e inverse തന്നെയാണ്. e inverse എന്ന് പറഞ്ഞാൽ ഏതാണ്? e ആണ്. belongs to h. n greater than 1 എടുത്തപ്പോൾ a into a raised to n minus 1 is equal to a raised to n is equal to a raised to n minus 1 into e എന്ന് എഴുതാൻ പറ്റും. which implies a into a raised to n minus 1 is equal to e is equal to a raised to n minus 1 into a. Therefore a raised to n minus 1 is the inverse of a. That is a inverse is equal to a raised to n minus 1 belongs to h. അപ്പോൾ h സബ്ഗ്രൂപ്പ് ആണ്, h ഒരു സബ്സെറ്റ് ആണ് തന്നിട്ടുണ്ട്. h ക്ലോസ്ഡ് ആണ്, നമ്മൾ അസംഷനിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. സോ h is the subgroup of G. Okay, thank you.